കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയരെ, തിരുവചനമായി നിങ്ങളുടെ മുൻപിൽ വരുന്ന സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളുടെ പകരം ദൈവം എൻ്റെ ഉള്ളിൽ തന്ന വിശ്വാസം എന്നാൽ എന്ത്? ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക ആകുന്നു ആ എബ്രായർക്ക് എഴുതിയ ലേഖനം. അതിൽ അബ്രഹാം വിശ്വസിച്ചു, നീതിക്കായി അത് കണക്കിട്ടു നമുക്കവിടെ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ സാറായി വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനെന്ന് എണ്ണുകയും താൻ മക്കളുടെ അമ്മയോട് സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന വചനം പോലെ അവൾ മക്കളെ പ്രസവിച്ച് സന്തോഷത്തോടെ വസിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നോഹ കർത്താവ് പറഞ്ഞത് പ്രകാരം വിശ്വാസത്തിൽ പെട്ടകം ഉണ്ടാക്കുകയും വിശ്വാസം മുഖാന്തരം താനും തൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പള്ളിപ്രമാണിയും യായിറോസ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, തനിക്ക് 12 വയസ്സായ ഒരു മകളുണ്ടായിരുന്നു. തൻ്റെ മകൾക്ക് രോഗം ബാധിച്ചിട്ട് അത്യസന്നതരായപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, കർത്താവെ, എൻ്റെ മകൾ ദീനം പിടിച്ചു കിടക്കുന്നു, വന്ന് ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവും ശിഷ്യന്മാരും യായിറോസിന്റെ ഭവനത്തിൽ പോകുന്ന വഴിക്കൽ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീ തൻ്റെ വസ്തുവകകൾ സകലതും വിറ്റ് വൈദ്യന്മാർക്ക് കൊടുക്കുകയും മുതലെല്ലാം വിറ്റ് കൊടുത്തതിന് ശേഷം തനിക്ക് ഭേദം വരാതെ വളരെ കഷ്ടപ്പെട്ട്, വളരെ വേദനപ്പെട്ട്, വളരെ നിന്ന സഹിച്ച്, അവൾക്ക് 4 ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ വേദനയോടായിരുന്നപ്പോഴാണ് യേശു അതുവഴിക്ക് പോകുന്നു എന്ന് അവൾക്കൊരു ശ്രുതി കേൾക്കുവാനിടയായി. അപ്പോൾ അവളുടെ മനസ്സിലൊരു വിശ്വാസം, എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവളുടെ വിശ്വാസം മുഖാന്തരം അവൾ വസ്ത്രത്തിൽ ഓടിച്ചെന്ന് തൊട്ടപ്പോൾ യേശുവിലുള്ള ശക്തി തൻ്റെ ശരീരത്തിൽ വരുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ശക്തി പുറപ്പെടുന്നത് യേശു ഉള്ളിൽ ഗ്രഹിച്ചിട്ട് യേശു ചോദിച്ചു, എന്നെ തൊട്ടത് ആരെന്ന്. അപ്പോൾ പത്രോസും കൂടെ ഉള്ളവരും, കർത്താവെ, ഈ ജനമെല്ലാം നിന്നെ തിക്കി തിരക്കുമ്പോൾ എന്നെ തൊട്ടത് ആരെന്ന് ചോദിച്ചു ഞങ്ങൾ എന്ത് പറയുമെന്ന് യേശുവിനോട് പത്രോസ് പറയുന്നു, ഇല്ല, എന്നെ ഒരാൾ തൊട്ടു. എന്നാൽ സ്ത്രീ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട് ഓടി വന്ന്, കർത്താവെ, ഞാനാകുന്നു അങ്ങേ തൊട്ടത് എന്ന് പറയുന്നൊരു ഭാഗം നമുക്കവിടെ വായിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം വലിയത്, പോയി ബാധ കൊടുത്തു സ്വസ്ഥമായിരിക്കും. അന്ന് മുതൽ അവൾ സ്വസ്ഥമായി. അവരുടെ ശരീരത്തിൽ അവരുടെ ക്ഷീണം മാറി, രോഗം മാറി, അവൾ സ്വസ്ഥമാവുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് സൗഖ്യം കൊടുത്തിട്ട് യേശു അങ്ങോട്ട് പോകുന്ന മാത്രയിൽ തന്നെ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട, ബാലൻ മരിച്ചുപോയി. അപ്പോൾ യായിറോസിനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്ന ആരെന്ന് യായിറോസിന്റെ ഉള്ളിലൊരു വിശ്വാസമായി, ജീവന്റെ ഉടയവനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് എന്ന് അവന് മനസ്സിലായി. അത് മുഖാന്തരം അവൻ വിശ്വസിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പിന്നെയും യായിറോസിന്റെ ഭവനത്തിൽ പോവുകയും യേശുവിൻ്റെ 3 ശിഷ്യന്മാരായ യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയും യായിറോസും തൻ്റെ ഭാര്യയും കൂടെ റൂമിനകത്ത് പോവുകയും യേശു പോയി നിന്ന് ബാലെ എഴുന്നേൽക്കാമെന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവൾ എഴുന്നേറ്റു, ജീവൻ പ്രാപിച്ചു. അത് യായിറോസിനോട് യേശു പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞതിന് പ്രകാരം മാത്രമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബാല ജീവിക്കുകയും ബാല ജീവിച്ചതിന് ശേഷം തിന്നുവാനും കുടിക്കുവാനും യേശു കൊടുത്തിരുന്ന ഒരു ഭാഗം നമുക്കവിടെ വായിക്കാൻ കഴിയും. നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പലരും വിശ്വാസത്തിൽ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവരെ, പല വിഷയത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത പലരും എന്നെ കേൾക്കുന്നതായിരിക്കാം. എന്നാൽ നിങ്ങൾ ഈ യായിറോസ് വിശ്വസിച്ചതുപോലെയും ഈ രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് അവളുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്തുമാത്രം അവൾ കഷ്ടപ്പെട്ടു, സമൂഹത്തിൻ്റെ മുമ്പിൽ അവൾ ത്യജിക്കപ്പെട്ടു, വെറുക്കപ്പെട്ടു, അവൾക്ക് 4 ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത ഭയങ്കരമായ രോഗമായിരുന്നു. 12 സംവത്സരം അവളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമെങ്കിൽ അത് ഭയങ്കര ശോചനീയമായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ എല്ലാം അവൾ എങ്ങനെയാണ് ഈ ബാധ അത്ര അസ്വസ്ഥതയാണ്. അവളുടെ വസ്തുവകകൾ സർവ്വത അവൾ വിറ്റ് കൊടുക്കണമെങ്കിൽ അവൾ എന്തുമാത്രം ആ അസുഖത്തിൽ അവൾ ബുദ്ധിമുട്ടിക്കാണ്. അതുകൊണ്ടാണ് അവൾ ആ വസ്തുവകൾ വിറ്റു കൊടുത്തിട്ട് പോലും അവൾക്ക് സൗഖ്യം വന്നില്ല. എന്നിട്ടാണ് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കേൾക്കുകയും മാത്രയിൽ തന്നെ ഓടിച്ചെന്ന് യേശുവിനെ തോടിയ സൗഖ്യം പ്രാർത്ഥിച്ചു. കാരണം ഇത്
വിശ്വാസമാണ്. ഇതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പല പ്രശ്നത്തിലും പ്രതികൂലത്തിൽ പ്രതിസന്ധികളിലായിരിക്കും. ചിലപ്പോൾ പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടാതെ ഭാരപ്പെടുന്നവരായിരിക്കും. ഇവർ വിശ്വസിച്ചതല്ല. ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലുള്ളവർ വിശ്വസിച്ച് നിങ്ങളത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് വിടുതൽ പ്രാപിക്കും പ്രിയരെ. ചിറകടിച്ചുയർന്നിടുമേ